പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കടന്നു വന്ന് ദൈവനാമ മഹത്വത്തിനായി ചിന്തിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഒരു മനസ്സോടുകൂടെ അല്പസമയമെങ്കിലും ആയിരിക്കാൻ നമുക്കിടയാക്കിയ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സമയത്തിൻ്റെ ചുരുക്കത്താൽ ഞാൻ വളരെ ചുരുക്കമായിട്ട് ഈ ആശംസ അറിയിക്കുകയാണ്. പ്രത്യേകാല സദസ്സിലായിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് പ്രാവശ്യം എല്ലാവരുടെയും പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പേരൊന്നും പറയുന്നില്ല. കടന്നു വന്ന് സഹകരിച്ച എല്ലാ കാര്യങ്ങളും മംഗളമായി ചെയ്തെടുക്കുവാൻ സഹകരിച്ച എല്ലാവരെയും, സദസ്സിലിരിക്കുന്നവർക്ക് ആദ്യമായിട്ട് പ്രത്യേകാല ആശംസ അറിയിക്കുന്നു. കടന്നു വന്ന പല ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുവേശുകളുള്ള ആശംസകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. പ്രത്യേകാല ദൈവനാമ മഹത്വത്തിനായിട്ട് ഇന്ന് നാം കേട്ടതായിട്ടുള്ള നല്ല ആലോചനകളെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഐക്യതയോടുകൂടെ നിൽക്കുവാൻ, ഞാൻ ഇപ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ബാബു പറയത്തുകാട്ടിലിൻ്റെ കൂടെ സഹകരിച്ച സമയങ്ങളിൽ, കൃത്യമായ സമയങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രത്യേകാല പ്രാർത്ഥന നമ്മുടെ ഒരു ബേസാണ്. ഇപ്പോൾ നമുക്കൊരു പ്രതിഫലം ഉണ്ടാകുന്നു. ബാബു പറയത്തുകാട്ടിൽ പറഞ്ഞു, ഇപ്പോൾ ഒരു ജോലി പല ഹോസ്പിറ്റലുകളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ആ ഹോസ്പിറ്റലിന് വേണ്ടിയും ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ജയമെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദേശങ്ങളുടെ മേലെ ഇന്ന് നമ്മുടെ സമൂഹം, ക്രിസ്തീയ സമൂഹത്തെ നാം ഒന്നെടുത്ത് ചിന്തിക്കണം. ആ ഒരു വിഷയത്തിൽ ഇന്നെല്ലാം പ്രസ്ഥാനങ്ങളാക്കി മാറ്റി. എന്നാൽ പിന്നെ ഈ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു നല്ല ലീഡറായിട്ട് നിൽക്കുന്ന ഒരു ദേവദാസൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമാണ്. ബാബു ചെറിയാന് ഒരു പ്രസംഗത്തിലൂടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പ്രസംഗിച്ച അതേ ദേവദാസനോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ സഭകൾ എന്തുകൊണ്ട് പ്രസ്ഥാനങ്ങളാക്കി മാറ്റി? ഇത് പ്രസ്ഥാനമല്ല, ദൈവത്തിൻ്റെ പ്രസ്ഥാനമാക്കി നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയതുകൊണ്ട്. എൻ്റെ കർത്താവിന് പാപികളെ ആവശ്യമാണ്. പാപത്തെ ഒരിക്കലും ഏറ്റെടുക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവമെന്ന് പറയുവാൻ ധൈര്യത്തോടു കൂടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇപ്പം 3, 4, 5, 6 പല ടീമായിട്ട് ഉത്സവം ആചരിക്കുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ്, ഉത്സവത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഞാൻ ഈ ഉത്സവ പറമ്പിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു ദൈവദാസൻ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എളിയ ദാസൻ. എൻ്റെ ദൈവത്തിൻ്റെ നാമം അവിടെ ദുഷിക്കപ്പെടുവാൻ ഇടവരരുതെന്ന് കൃത്യമായി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ജയമെടുത്തിട്ട് പോകുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ദാസവിദ്യ ചെയ്യുന്നവരാണ്. നമ്മൾ അതിൻ്റെ മേളി വരണമെന്ന് ചിന്തിക്കുന്നവരല്ല. അങ്ങനെ മേളി വരണമെന്ന് ചിന്തിക്കുന്നവരാണ് സ്ഥാനത്തിനും മാനത്തിനും പദവിക്കും വേണ്ടി പലതും ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാപികളെ നമുക്ക് ആവശ്യമാണ്. ജാതിയോ മതമോ അല്ലെങ്കിൽ സമുദായങ്ങളോ അല്ലെങ്കിൽ ഡിനോമിനേഷനോ ഒന്നും അവിടെ ഒരു വ്യത്യാസമില്ല. അതൊന്നും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യം പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ പറയുന്ന ഒരു വാക്കും ഇത് മാത്രമേ ഉള്ളൂ: നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളിതിൽ ജയിക്കും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയുകയാണ്. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണം. നാം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടെ ഐക്യതയോടുകൂടെ മുന്നേറുവാൻ എല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ.